ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഗബ്രിയുടെ ആ രവിക്ഷനെ പറ്റിയാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് ജിൻഡോ ആയിരുന്നു കൊണ്ടുപോയത്, സ്കോർ അടിച്ചത്. എന്താണ് ഈ ഇന്നലെ ക്യാപ്റ്റനെ പറ്റി പറയാൻ ലാലേട്ടൻ പറഞ്ഞപ്പോൾ പലരും പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ജിൻഡോട് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞ് റസ്മിൻ്റെ പല കാര്യങ്ങളും ജിൻഡോ പൊളിച്ചെടുക്കുക ആ സമയത്ത്. പിന്നീട് ലാലേട്ടൻ പോയി കഴിഞ്ഞുള്ള ഒരു എന്താണ് ഇതിലേക്ക് വീഡിയോയിൽ കാണിക്കേണ്ടായിരുന്നു ഇന്നലെ റസ്മിനും ജിൻഡോ തമ്മിൽ ഫൈറ്റ്. ജിൻഡോ നല്ല പോലെ അങ്ങോട്ട് അടിച്ച് തിമിർത്ത് റസ്മിക്ക് നല്ല കൊടുത്ത്. റസ്മി വന്നിട്ട് ജിൻഡോയെ താനൊക്കെ എന്താണ് കള്ളത്തരങ്ങളെ രാജാവ്, മന്ദബുദ്ധിയുടെ രാജാവ്. ആ മന്ദബുദ്ധി എന്ന പേര് അവർ ഹൈഡ് ചെയ്തിട്ടാണ് കാണിച്ചത്. ഇന്നലെ ഏഷ്യാനിൽ ടെലികാസ്റ്റിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ വേർഡ് മ്യൂട്ട് ചെയ്തിട്ടാണ് കാണിച്ചത്. അത് ഒരിക്കലും പറയാൻ പാടില്ല. ചിലപ്പോൾ അത് പുറത്തുള്ള പല ആൾക്കാർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ അത് ഇതാകും എന്നൊരുള്ളതുകൊണ്ട് അത് ഹൈഡ് ചെയ്താണ് കാണിച്ചത്. പക്ഷെ പറഞ്ഞത് മന്ദബുദ്ധികളുടെ രാജാവ് എന്നാണ് റസ്മിയും പറഞ്ഞത്. ജിൻഡോ തിരിച്ച് നല്ല പറയുന്നുണ്ട്, നീ ആരാണ് എന്താന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് റസ്മി വന്നിട്ട് ഞാൻ ഉള്ളതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. തിരിച്ച് ജിൻഡോ ഞാൻ ഇവിടെ പരിഗണിക്കൊണ്ടാണ് നീ ഇവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തല്ലുകൊടുത്ത് വരുന്നു രണ്ടും കൂടി ഇരുന്നിട്ട്. നീ പോടാ പോടി എന്നൊക്കെ പറഞ്ഞിട്ട് റസ്മിയുടെ നല്ല പോലെ റേസായിട്ടുണ്ടായിരുന്നു. ജിൻഡോ നല്ല പോലെ തിരിച്ചു പറയുകയും ചെയ്ത്. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്താണ് സെക്കൻഡ് വീക്കിൽ, തേർഡ് വീക്കിൽ എന്താണ് റസ്മി പവർ ടീമിലിരിക്കുന്ന സമയത്ത് റസ്മിന് വേസ്റ്റൊക്കെ പറഞ്ഞല്ലോ ഗബ്രിയൊക്കെ സമയത്ത് ജിൻഡോനെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്ത്. പക്ഷെ ജിൻഡോക്ക് ആ സമയത്തൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ ഈ സമയത്തുള്ള ജിൻഡോ ആണ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അടിച്ചോടിച്ച് വിട്ടേനെ രണ്ടെണ്ണത്തിന്. ഇനി നോക്കി, ഇനി ജിൻഡോൻ്റെ ഒരു ഒന്നൊന്നര കളി തന്നെയായിരിക്കും. എന്നിട്ട് റസ്മിന് ആ റൂമിനകത്ത് പോയിട്ട് പറയണ്ട്, എനിക്ക് പറ്റില്ല, ഞാൻ ഇനി അയാൾക്ക് ഒരു പരിഗണയും കൊടുക്കൂല, അങ്ങനെയാണ് എനിക്ക് വെറുത്തുള്ളതാണെന്നൊക്കെ പറഞ്ഞ് പറയണ്ട്. പക്ഷേ ഈ റസ്മിനെ കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്കൊന്നുമില്ല, വെറുതെ ഒരു ഗുണവുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരിക. സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ വരുന്നതാണ്.